ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, ഷട്ടപ്പ് എന്ന് അമേരിക്കയോട് പറയാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യ പറഞ്ഞു ഒരു മീഡിയേഷൻ വേണ്ടെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ മാത്രമല്ല, മുൻപും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയോട്. ട്രംപിനോട് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് സംബന്ധിച്ച കാര്യമാണത്. ട്രംപിനോടൊപ്പം, ട്രംപിനോട് ചേർന്ന് ട്രംപിന്റെ ഒരു സഖ്യകക്ഷിയായി നിൽക്കുകയല്ലാതെ നെവർ. അങ്ങനെ വില കുറച്ച് കാണിക്കരുത്, അങ്ങനെ വില കുറച്ച് കാണരുത് ഇന്ത്യയെ. അത് തെറ്റായ ധാരണയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ ഒരു വിഷയത്തിൽ ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. ട്രംപിന്റെ കൂട്ടാളിയായി നിൽക്കുക മാത്രമല്ല ഇന്ത്യ ചെയ്തിട്ടുള്ളത്, ചെയ്യുകയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രയേറെ സൈനിക ശക്തിയുള്ള ഒരു കാര്യം ഞാൻ ലിയോട് പറഞ്ഞു. ഞാൻ പറയട്ടെ 1971 അമേരിക്ക 7ാം കപ്പൽപ്പടയായി ഇന്ത്യ തകർക്കുമെന്ന് പറഞ്ഞു. അന്ന് ഇന്ത്യ പറഞ്ഞു പണി നോക്കാൻ, ഇങ്ങോട്ട് വന്നാൽ ഇതുപോലെ തിരിച്ചു പോകില്ല എന്ന് പറയാൻ ധൈര്യം കാട്ടിയ രാഷ്ട്രീയ നേതാക്കൾ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഇവിടെ 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 ഈ സാഹചര്യത്തിലും ഒരു കാരണവശാലും ഇന്ത്യ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാവണം. ട്രംപിന്റെ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ പ്രതിപക്ഷ ബഹുമാനവും ഈ ഒരു ബോധത്തോടെയും തന്നെയാണ്. അല്ല, അങ്ങ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ ഈ ഒരു വിഷയത്തിൽ. അല്ല, എനിക്ക് പറയാൻ എനിക്ക് സമയം തരൂ. അല്ല, എനിക്ക് ചോദ്യം ചോദിക്കാനും പറയാൻ സമ്മതം തരൂ. അതായത് എവിടെയാണ് ഇന്ത്യ അമേരിക്കയുടെ മീഡിയേഷൻ അംഗീകരിച്ചത്? ഒരു സ്ഥലത്തും അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഒരു നേതാവ് അംഗീകരിച്ചിട്ടില്ല, ഒരു ഡിപ്ലോമാറ്റും അംഗീകരിച്ചിട്ടില്ല. 2, ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വാൻസിനോടാണെങ്കിൽ തന്നെയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടാണെങ്കിൽ തന്നെ ഇത് പറഞ്ഞോട്ടെ എനിക്കിത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു കാരണവശാലും സമ്മതിച്ചില്ല.